മാർക്കറ്റിൽ നമ്മൾ കുറച്ച് ഫുഡ് എക്സ്പ്ലോറേഷനൊക്കെ നടത്തിയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഫുഡ് എക്സ്പ്ലോറേഷൻ്റെ വീഡിയോയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇതെന്താ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡൊക്കെ ചില ആളുകൾക്ക് അതെങ്ങനെ ഉണ്ടായിരുന്നു, അതിൻ്റെ ആസ്വാദനം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ സപ്പോർട്ടും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് തരിക. മാത്രമല്ല ഫോളോ us on Insta and in YouTube. ഇതൊരു ഡംപ്ലിംഗ് ഷോപ്പാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഡംപ്ലിംഗ് ഒക്കെ ഓർഡർ ചെയ്തിരുന്നു. പല വെറൈറ്റി ഓഫ് ഡംപ്ലിങ്സ് ഇവിടെ ഉണ്ട്. ഒത്തിരി വെറൈറ്റീസ് ഓഫ് പേസ്ട്രീസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ഒന്നും നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇവരോട് ചോദിച്ചു നിങ്ങളുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഏതാണെന്ന്. അങ്ങനെ ഒരു 2-3 കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തു. അപ്പം ഞങ്ങളതിങ്ങനെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവരിവിടുത്തെ ഫുഡ് സെറ്റ് ചെയ്യുന്നതാണ്. What is this known as? What is the name of this? It's sausage chicken. Okay, they're doing it as sausage chicken and Habit. ഇപ്പോൾ ഇവരുടെ ബ്രാൻഡ് നെയിം ഹാബിറ്റ് എന്നാണ്. നമ്മളൊരു സ്ട്രീറ്റ് ഫുഡ് ആളാണ് കണ്ടോ. കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് വളരെ വൃത്തിയായിട്ടാണ് അവർ കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ വൈകുന്നേരം വെറൈറ്റി ആയിട്ട് പല പല സ്ഥലത്തു നിന്നാണ് സാധനം വാങ്ങിച്ച് കഴിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ചിക്കൻ സോസേജ് ആണ്. ഹക്കീമിട്ട എന്നാണ് പറഞ്ഞത്. ഇവർ ആക്ച്വലി ഫ്ലേവറിങ് ഡിഫറൻസ് ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ സോസേജ് വാങ്ങിച്ചല്ലേ, ഇവർ ആക്ച്വലി ഇവരുടെ മിക്സ് തന്നെ ക്രിയേറ്റ് ചെയ്ത് അവർ സോസേജ് ആക്കി അത് ആക്ച്വലി ബാർബിക്യൂ ചെയ്യുന്ന പോലെ ചെയ്ത് അതിൻ്റെ കൂടെ ഫ്ലേവറിങ് കാര്യങ്ങൾ നമുക്ക് 3 സോസ് നമുക്ക് ചൂസ് ചെയ്യാം. എനിക്ക് ബാർബിക്യൂ ഇഷ്ടമാണ്, ഞാൻ ബാർബിക്യൂ സോസാണ്. പിന്നെ അവരുടെ ഫ്ലേവറിങ് ആയിട്ട് പറഞ്ഞത് ഹണി ക്രഞ്ച് എന്നാണ് പറഞ്ഞത്. പിന്നെ വേറൊരു ഫ്ലേവർ കൂടെ, ഇത് 3 കൂടെ ചേർത്തിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ വരുന്നതാണ് നമ്മൾ ചീസ് കേക്കാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതും ആക്ച്വലി ഇവിടുന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി എല്ലാവരും ട്രൈ ചെയ്യുന്ന കണ്ടതുകൊണ്ട് ഞാനൊന്ന് ട്രൈ നോക്കാം എന്നുള്ളതിലാണ് എടുത്തിരിക്കുന്നത്. ചീസ് കേക്ക് നമ്മൾ യൂഷ്വലി ട്രൈ ചെയ്യുന്ന മലേഷ്യൻ നമുക്ക് എന്താണ് ട്രൈ ചെയ്യാം. ഇത് ആക്ച്വലി ചോക്ലേറ്റ് ആണ് ബേസിക്കലി. ഞാൻ ആക്ച്വലി കോൾഡ് കോഫി എന്നുള്ള രീതിയിലാണ് പോയിരിക്കുന്നത്. പക്ഷേ ഇത് ആക്ച്വലി വാനിലയും ആക്ച്വലി അവരുടെ കുറച്ച് നട്ട്സും അതെല്ലാം കൂടെ ചേർത്തിട്ട് ദർജത്ത് എന്നൊരു സ്റ്റൈലിലാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നുള്ളത് നമ്മുടെ ഡംപ്ലിങ്സ് ആണ്. ആക്ച്വലി നമ്മുടെ എന്താണ് ഇത് നമ്മൾ യൂഷ്വലി ചെയ്യുന്നതാണ്. ഇത് നമുക്കിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നല്ലതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കും. ട്രൈ ചെയ്തത് ബേൺഡ് ചീസ് കേക്ക് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത്. നല്ല ഫ്ലേവറിങ് ആണ്. സാധാരണ ചീസ് കേക്കിന് ചില സമയത്ത് ഒരു ക്രസ്റ്റ് ഒരു ചെറിയ കട്ടി വരും, അതിൻ്റെ അഡീഷണൽ പോർഷനായിട്ട്. ഇതങ്ങനെയല്ല, വളരെ സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. നല്ല എന്താ പറയുന്നത്, ഫ്ലഫി എന്നല്ല, ലൈക്ക് ഇറ്റ്സ് റിയലി സ്മൂത്ത്. അതുമാത്രമല്ല അവർ പേര് പറഞ്ഞതുപോലെ ചെറിയൊരു ബേണിങ്ങിൻ്റെ ഒരു ചെറിയ ടിഞ്ചി ടേസ്റ്റ് കൂടെ വരുന്നുണ്ട്. സോ ഇറ്റ്സ് റിയലി നൈസ്. കമ്പൽസറി ആയിട്ട് ട്രൈ ചെയ്യാവുന്ന സംഭവമാണ്. നമുക്കിനി അടുത്ത സംഭവം ട്രൈ ചെയ്ത് നോക്കാം. എനിക്കണ്ടോ കയ്യിലാകാതിരിക്കാൻ വേണ്ടിയാണ് സ്വഭാവം ആക്രാന്തം കണ്ടിട്ടാണോ അറിയത്തില്ല, ഒരു ഗ്ലൗസൊക്കെ തന്നിട്ടുണ്ട് ഇവർ ബേസിക്കലി. എന്തായാലും നമുക്ക് അതിട്ട് തന്നെ കഴിച്ച് നോക്കാം. ഓക്കെ, ഇതിനകത്ത് എടുത്ത് പറയാനുള്ളത് സോസേജിൻ്റെ കാര്യമാണ്. ഇത് ആക്ച്വലി അവർ സ്വന്തമായിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും ആ സോസേജിന് ബേസിക്കലി നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന സോസേജ് ഇല്ലേ, അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു ടേസ്റ്റാണ് വരുന്നത്. പിന്നെ ഇവർ ഇതിനകത്ത് ഒണിയൻ ആക്ച്വലി നമ്മൾ വറുത്തിട്ട് ചെയ്തില്ലേ, അതുപോലെ ഒണിയൻ്റെ ഫ്ലേവറിങ് ചേർത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ ചെറിയ കണ്ടൻറ്റ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോസാണ് വരുന്നത്. പക്ഷേ സംഭവം ബേസിക്കലി നല്ലതാണ്, ഒരു മസ്റ്റ് ട്രൈ ആണ്. ഓക്കെ, നമ്മൾ ഉറപ്പായിട്ടും കഴിക്കാം. അടിപൊളി സാധനമാണ്. ഞാൻ ഈ ഗ്ലൗസ് ധരിക്കുന്നില്ല, ഇത് എളുപ്പമുള്ള പരിപാടിയാണ്. ഓക്കെ,
ഞാൻ ഡംപ്ലിങ്സ് ട്രൈ ചെയ്യാണ്. ഇത് നമ്മുടെ ചിക്കൻ അല്ലേ ഇത്? ബീഫ് ഡംപ്ലിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ ഇവരുടെ ഒരു ടേസ്റ്റ് വരുമെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം കൺഫ്യൂഷൻ അടിച്ചത്, പക്ഷേ ഇല്ല. കറക്റ്റ് ആ ഒരു ബീഫിൻ്റെ കറക്റ്റ് ആ ഒരു ടെൻഡർ ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഇവർ നമുക്ക് തന്നിരിക്കുന്ന ചട്നി പോലത്തെ സംഭവങ്ങൾ ഞാൻ ട്രൈ നോക്കട്ടെ. ഇത് മറ്റേ മധുരമുള്ള പരിപാടിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ആണെങ്കിൽ ഫ്ലോപ്പായിരിക്കും. എനിക്കിത് പ്ലെയിനായിട്ട് കഴിച്ചാണ് ബേസിക്കലി എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, ട്രൈ ചെയ്യുന്നതാണ്, നോ ഇഷ്യൂസ്. എല്ലാവർക്കും ട്രൈ ചെയ്യാം. ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല, വളരെ നല്ല ടേസ്റ്റിയാണ്. ഓക്കെ, നമ്മുടെ ദർജ തിയേറ്ററിനെ ഒന്ന് കുടിക്കാൻ പോവാം. ഇത് ആക്ച്വലി ചോക്ലേറ്റ് മിൽക്ക് തന്നെയാണ് ബേസിക്കലി. അതിൻ്റെ കൂടെ ആ ഒരു വാനിലയുടെ ഫ്ലേവറിങ്ങും നമ്മുടെ ക്രീമില്ലേ, ബേസിക്കലി ക്രീമിൻ്റെ അഡീഷൻ ഉണ്ട്. ബേസിക്കലി അതിൻ്റെ ഫ്ലേവറിംഗ് ആണ് എനിക്ക് കൂടുതൽ വരുന്നത്. ലൈക്ക് സിമിലർ ടു ലൈക്ക് എന്താ പറയുന്നത്, നമ്മൾ ഒരു ചോക്ലേറ്റ് കോഫി കുടിക്കത്തില്ലേ, അല്ലെ ഹോട്ട് ചോക്ലേറ്റിൻ്റെ മിൽക്ക് ആഡ് ചെയ്ത് അങ്ങനത്തെ ഇത് നമ്മൾ കഴിക്കുമല്ലോ, സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഇതൊരു കോൾഡ് വേർഷനാണ്. അതാണ് ഇതിൽ നമുക്കൊരു തോന്നുന്നത്. ഓക്കെ, ബാക്കിയുള്ള നമുക്ക് വേറെ റിവ്യൂസ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കഴിച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, ബൈ ബൈ.